Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8086 മൈക്രോപ്രോസസർ ആർക്കിടെക്ചർ ആൻഡ് സിഗ്നൽസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. എന്താണ് മൈക്രോപ്രോസസർ, എന്താണ് മൈക്രോ കൺട്രോളർ, ഇവല്യൂഷൻ ഓഫ് മൈക്രോപ്രോസസർ, അതുപോലെ തന്നെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ കമ്പ്യൂട്ടർ, അതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നോക്കേണ്ടത് 8086 മൈക്രോപ്രോസസറിൻ്റെ ആർക്കിടെക്ചർ ആൻഡ് സിഗ്നൽസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് 8086, then comparison between 8085 and 8086 microprocessor, then architecture of 8086, execution unit, general data registers, pointers and index registers, flag register, bus interface unit, segment registers, and 8086 pipeline architecture. Okay, 8086 microprocessor is an enhanced version of 8085 microprocessor that was designed by Intel in 1976. 8086 microprocessor എന്ന് പറയുന്നത് 8085 microprocessor ഒരു enhanced version ആണ്. Okay, it is a 16-bit microprocessor. 8086 microprocessor എന്ന് പറയുന്നത് 16-bit microprocessor ആണ്. 8085 എന്ന് പറയുന്നത് 8-bit microprocessor ആണ്. ഓക്കെ, ഇവിടെ എന്താണ് 8086-ൽ 20 അഡ്രസ് ലൈൻസും അതുപോലെ തന്നെ 16 ഡാറ്റ ലൈൻസും ഉണ്ട്. അപ്പോൾ എന്താണ് അഡ്രസ് ലൈൻസ്, എന്താണ് ഡാറ്റ ലൈൻസ് എന്ന് അറിയാവുന്നതാണ്. പക്ഷെ എന്നാൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറയാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ അഡ്രസ് ലൈൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? അഡ്രസ് പാസ് ചെയ്യാനാണ്. ഡാറ്റ ലൈൻസ് എന്ന് പറയുന്നത് ഡാറ്റ പാസ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ 20 അഡ്രസ് ലൈൻസ് ഉണ്ട്, അതുപോലെ തന്നെ 16 ഡാറ്റ ലൈൻസ് ഉണ്ട്. ടോട്ടലി 1 MB സ്റ്റോറേജ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. Then it consists of powerful instruction set. Okay, അപ്പോൾ അത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? Which provides operations like multiplication and division easily. Next നമുക്ക് നോക്കേണ്ടത് features of 8086 ആണ്. It is the first 16-bit processor having 16-bit ALU, then 16-bit registers, internal data bus and 16-bit external data bus resulting in faster processing. അപ്പോൾ 16-bit processor ആണ്. അതുപോലെ 16-bit എന്തുണ്ട്? ALU ഉണ്ട്. മൈക്രോ പ്രോസസ്സറിൻ്റെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ പ്രോസസ്സർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ മൈക്രോ പ്രോസസ്സറിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഒന്ന് എന്തായിരുന്നു? ഒരു കൺട്രോൾ യൂണിറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ALU ഉണ്ടായിരുന്നു, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, പിന്നെ എന്തായിരുന്നു? പിന്നെ ഉണ്ടായിരുന്നത് രജിസ്റ്റേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 16-bit ALU ഉണ്ട്, അതുപോലെ തന്നെ 16-bit രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ALU എന്താ? അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ. ദെൻ രജിസ്റ്റേഴ്സ് എന്തിനാന്ന് പറഞ്ഞിരുന്നു? ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ്. ഓക്കെ, പിന്നെ ഇന്റേണൽ ഡാറ്റാബേസ് ഉണ്ട്, ദെൻ 16-bit എക്സ്റ്റേണൽ ഡാറ്റാബേസ് ഉണ്ട്. സോ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും. കാരണം ഡാറ്റാബേസ് എന്തിനാണ്? അതായത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെ, ഒരു ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ആ ഒരു എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തു, ദെൻ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? അപ്പോൾ മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ എടുത്തു, ആ ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? CPU ആണ്, അതായത് മൈക്രോ പ്രോസസർ ആണ് അല്ലേ? അപ്പോൾ അതിൽ കൺട്രോൾ യൂണിറ്റ് ആണ് എടുത്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്ത് പെർഫോം ചെയ്യും? ആ ഇൻസ്ട്രക്ഷന് വേണ്ട ഡാറ്റ എടുക്കണം. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് മെമ്മറിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ IO പോർട്ട് അല്ലേ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഡാറ്റ എന്ന് പറയുന്നത് ഏത് കൂടെ പാസ് ചെയ്യുന്നത്? ഡാറ്റാ ബസ് വഴിയാണ് ഡാറ്റ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഡാറ്റ എടുത്ത് എന്ത് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്തു, ദെൻ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തു, ദെൻ ആ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ബസ് വഴി തന്നെ, ഡാറ്റാ ബസ് വഴി തന്നെ മെമ്മറി ഓർ IO പോർട്ടിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്?
ഇന്റേണൽ ഡാറ്റാ ബസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഡാറ്റാ ബസ് ഉണ്ട്. അപ്പോൾ എന്താവും, പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. ഓക്കെ, then it has 20-bit address bus and can access up to 2 raised to 20 memory location, that is 1 MB. ഓക്കെ, അപ്പോൾ 20-bit address bus ആണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാം? 2 raised to 20. ഓക്കെ, അത്രയും ലൊക്കേഷൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. Then it can support up to 64K IO ports. Then it provides 14 16-bit registers. It has multiplex address and database AD0 to AD15. അതായത് മൾട്ടിപ്ലക്സ് അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിൽ കൂടെ അഡ്രസ്സിനും പാസ് ചെയ്യാം, അതുപോലെ തന്നെ ഡാറ്റയും പാസ് ചെയ്യാം. അഡ്രസ്സും ഡാറ്റയും പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഹാസ് മൾട്ടിപ്ലക്സ് അഡ്രസ് ആൻഡ് ഡാറ്റാബേസ് AD0 to AD15 ആൻഡ് A16 to A90 എന്ന് പറയുന്നത് അഡ്രസ് ബസ്, അത് അഡ്രസ്സ് മാത്രമുള്ളത്. ഓക്കെ, then prefetches up to 6 instruction bytes from memory and queues them in order to speed up the processing. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 8086 മൈക്രോ പ്രോസസ്സർ പൈപ്പ് ലൈനിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പൈപ്പ് ലൈൻ എന്താണെന്ന് അറിയാലോ? അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷൻ കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് പാരലൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ പോസിബിൾ ആവും. അതിനാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ prefetches up to 6 instruction bytes from memory and queues them in order to speed up the processing. അതായത് 6 instruction bytesനെ മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പ്രീഫെച്ച് ചെയ്യാൻ പറ്റും. പ്രീഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണന്റ് ഉണ്ട് ആർക്കിടെക്ചർ, നമുക്ക് നോക്കാം, എന്തായാലും അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യും? അതിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യും? ക്യൂ എന്താണെന്ന് അറിയാലോ, അല്ലേ? അതായത് ഫസ്റ്റ് ഔട്ട് ഓർഡറിൽ ഈ 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ്സിനെ മെമ്മറിയിൽ നിന്ന് പ്രീഫെച്ച് ചെയ്തിട്ട് അതിലേക്ക് വെക്കാൻ പറ്റും. ദെൻ ഓരോ ഇൻസ്ട്രക്ഷൻ ബൈറ്റ്സിനെ എന്ത് ചെയ്യുന്നു? പ്രോസസ്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രോസസ്സിങ്ങിൻ്റെ സ്പീഡ് എന്തായി? കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി, അല്ലേ? കാരണം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ അല്ല പ്രോസസ്സ് ചെയ്യണത്, അല്ലേ? 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ്സിനെയാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്പീഡപ്പ് ആയി. അത് നമുക്ക് ആർക്കിടെക്ചർ നോക്കുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫീച്ചേഴ്സ്, നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ 8086 സപ്പോർട്ട് 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ഫസ്റ്റ് എന്താണ്? മിനിമം മോഡ്. ദെൻ സെക്കൻഡ് വൺ മാക്സിമം മോഡ്. Maximum mode is suitable for system having multiple processors. Then minimum mode is suitable for system having single processor. അങ്ങനെ 2 mode of operation ആണ് 8086 എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 8086ന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എക്സാമിന് എങ്ങനെയാണ് ചോദിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ പോർഷൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുക. ചിലപ്പോൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരൊറ്റ ഇതായിട്ട് തന്നെ 8086 ആർക്കിടെക്ചർ ആൻഡ് സിഗ്നൽ അങ്ങനെ ആവണമെന്നില്ല ചോദിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ ഫീച്ചേഴ്സിനെ പറ്റി എഴുതുക, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. അപ്പോൾ ഈ ഓരോ പോയിന്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളതാണ്. അതെന്തായാലും നമ്മൾ മനസ്സിലാക്കി പഠിക്കാം, അത്രയേ ഉള്ളൂ. ദെൻ നമുക്ക് നോക്കേണ്ടത് കമ്പാരിസൺ ബിറ്റ്വീൻ 8085 ആൻഡ് 8086 മൈക്രോ പ്രോസസ്സർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 8085ൻ്റെ എൻഹാൻസ് വേർഷനാണ് 8086 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ കമ്പാരിസൺ എന്തായാലും ചോദിക്കും, എക്സാമിന് ഉറപ്പുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഫസ്റ്റ് എന്താ? സൈസ്. 8085 ഈസ് എ 8-bit മൈക്രോ പ്രോസസ്സർ. 8086 ആണെങ്കിൽ എന്താ? 16-bit ആണ്. ദെൻ അഡ്രസ് ബസ്. 8085 ഹാസ് 16-bit അഡ്രസ് ബസ്, while 8086 have എന്താണ്? 20-bit address bus. Then memory. 8085 can access up to 64 KB where 8086 can access up to 1 MB of memory. അപ്പോൾ എത്ര മെമ്മറി ആണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതിന് ഡിപ്പെൻസ് ഓൺ എന്താണ്? അഡ്രസ് ബസ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ,
പിന്നെന്താ ഇൻസ്ട്രക്ഷൻ 8085 doesn't have an instruction queue. ഇൻസ്ട്രക്ഷൻ ക്യൂ എന്നുള്ള ഒരു ഇതില്ല. അതായത് ഒരൊറ്റ ഇൻസ്ട്രക്ഷനെ മാത്രം അറ്റ് എ ടൈം പ്രോസസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. Then whereas 8086 has an instruction queue. Pipelining 8085 doesn't support a pipeline architecture while 8086 support an pipeline architecture. അത് മനസ്സിലായല്ലോ, എന്താ ക്യൂ എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ക്യൂ അവിടെ ഇല്ല, 8085 ഇല്ല. ഓക്കെ, അതായത് പൈപ്പ് ലൈനിങ് എന്നുള്ളത് ഇല്ല. പക്ഷെ 8086 ആണെങ്കിൽ എന്താ വിത്ത് സപ്പോർട്ട് പൈപ്പ് ലൈൻ ആർക്കിടെക്ചർ. ഓക്കെ, then IO input output 8085 can address 2 raised to 8 256 input outputs, then whereas 8086 can access 2 raised to 16. Okay, 65,536 IOs. Okay, ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ 8085 ആൻഡ് 8086 മൈക്രോപ്രോസസർ എന്ന് പറയുന്നത്. Then ഫൈനലി എന്താ അതിന്റെ കോസ്റ്റ്? The cost of 8085 is low, whereas that of 8086 is high. Then നമ്മള് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മൈക്രോ കമ്പ്യൂട്ടറിന്റെ ഡയഗ്രാം. അതായത് മൈക്രോ പ്രോസസർ വെച്ചിട്ടുള്ള സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്, മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. കാരണം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ശരിക്കും 8086ന്റെ ആർക്കിടെക്ചർ ആണ്. അപ്പം അത് നോക്കണേക്കാൾ മുന്നായിട്ട് നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എൻ മൈക്രോ കമ്പ്യൂട്ടറിലെ ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, ദെൻ ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, പിന്നെന്താ മൈക്രോ പ്രോസസർ അല്ലേ. മൈക്രോ പ്രോസസറിൽ എന്താ ALU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ദെൻ രജിസ്റ്റർ അറേ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആർക്കിടെക്ചർ ഓഫ് 8086 നോക്കാം. അപ്പോൾ ഇതാണ് 8086ന്റെ ആർക്കിടെക്ചർ. പേടിക്കൊന്നും വേണ്ട, എളുപ്പമാണ്. ഫസ്റ്റ് നമുക്ക് ആർക്കിടെക്ചറിനോട് ഒരു ദേഷ്യമൊക്കെ തോന്നും, എനിക്കും ഉണ്ടായിരുന്നു ബിടെക് പഠിക്കുന്ന സമയത്ത്. പക്ഷെ നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ, എക്സാമിന് പാസ്സാവണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ. എളുപ്പമാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ ഓഫ് 8086 നമ്മൾ നോക്കുമ്പോൾ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്, സെക്കൻഡ് പോർഷൻ ഇതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോർഷനിൽ എന്താ BIU, അതായത് ബസ് ഇന്റർഫേസ് യൂണിറ്റ്. താഴെയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ EU, അതായത് എക്സിക്യൂഷൻ യൂണിറ്റ്. അങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു ആർക്കിടെക്ചർ കിട്ടുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഫിഗറിൽ പറഞ്ഞല്ലോ, മൈക്രോ കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ നോക്കി, സെയിം തന്നെയാണ്. കുറച്ചും കൂടെ ഫീച്ചേഴ്സ്, അതായത് രജിസ്റ്റേഴ്സ് എന്നൊക്കെ ജസ്റ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ശരിക്കും രജിസ്റ്റേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം, കമ്പോണൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റ് തന്നെ തുടങ്ങാം. നോക്കുമ്പോൾ ഒരു അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് ഉണ്ട്, പിന്നെ ഓപ്പറൻസ് ഫ്ലാഗ് എന്നുള്ളൊരു യൂണിറ്റ് കാണുന്നുണ്ട്. പിന്നെ ABUS എന്ന് പറയുന്നത് ALU ഡാറ്റാബസ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് ആയിട്ട് AHAL BHBL അങ്ങനെ കാണുന്നുണ്ടല്ലോ, അതാണ് രജിസ്റ്ററുകളാണ് അത്. ഓക്കെ, പിന്നെ ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അതാണ് എക്സിക്യൂഷൻ യൂണിറ്റിൽ വരുന്നത്. ഇനി ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ നോക്കുമ്പോൾ എന്തൊക്കെയാണുള്ളത്? ഒരു ഇൻസ്ട്രക്ഷൻ സ്ട്രീം ബൈ ക്യൂ. ഓക്കെ, അതുണ്ട്. CBus എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ BBus എന്ന് പറഞ്ഞാൽ കാണാം. BBus എന്ന് പറഞ്ഞാൽ ഡാറ്റാബസ് ആണ്. അപ്പൊ അവിടെ ES CS എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്ന് പറയുന്നത് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ രജിസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെന്താ മെമ്മറി ഇന്റർഫേസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ വരുന്ന കമ്പോണൻസ്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം.
അതിൻ്റെ വർക്കിംഗ് നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. So 8086 CPU is divided into two independent functional parts. ഒന്ന് എന്താണ്? എക്സിക്യൂഷൻ യൂണിറ്റ്. സെക്കൻഡ് വൺ എന്താ? ബസ് ഇന്റർഫേസ് യൂണിറ്റ്. Then dividing the work between these two units speed up processing. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് യൂണിറ്റിലേക്കായിട്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആവും. Then first എന്താണ്? എക്സിക്യൂഷൻ യൂണിറ്റ് EU. The execution unit of 8086 tell the bus interface unit where to fetch instruction or data from decode instruction and execute instruction. അതായത് എക്സിക്യൂഷൻ യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്യാൻ എന്ത് വേണം? ഡാറ്റ വേണം. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് മെമ്മറിയിൽ നിന്നാവാം അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ നിന്നായിരിക്കാം എടുക്കുന്നു. എന്ത് ചെയ്യുന്നു? പിന്നെ എക്സിക്യൂഷൻ യൂണിറ്റ് പിന്നെ എന്ത് ചെയ്യും? ഡീകോഡ് ചെയ്യും അല്ലേ? ഡീകോഡ് ചെയ്യുന്നു. പിന്നെ അപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നു അല്ലേ? പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് വേണം? ഡാറ്റ വെച്ചിട്ട് ഇൻസ്ട്രക്ഷനെ പ്രോസസ്സ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു അല്ലേ? എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് തിരിച്ച് മെമ്മറിയിലോട്ട് എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. മെമ്മറിയിലോട്ട് അല്ലെങ്കിൽ IO ഡിവൈസിലേക്ക് അല്ലേ? നമുക്ക് ഡാറ്റ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് പറയുന്നു, ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഇതെല്ലാം ചെയ്യുന്നു. Then the execution unit contain control circuitry which direct internal operation. അപ്പോൾ അതിൽ നമ്മളൊരു കൺട്രോൾ സിസ്റ്റം കണ്ടു അല്ലേ? അതായത് എന്ത് ചെയ്യുന്നു? എല്ലാ ഒരു സിസ്റ്റത്തിലുള്ള എല്ലാ കമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റേണൽ ഓപ്പറേഷൻസിനെ എല്ലാം തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു, എല്ലാതിനെയും കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, then a decoder in the EU translate instruction fetched from memory into a series of action which the EU carries out. അതായത് എന്താണ്? എക്സിക്യൂഷൻ യൂണിറ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്, അതായത് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നു? ഡീകോഡ് ചെയ്യുന്നു. ഓക്കെ, ഡീകോഡ് ഇൻടു സീരീസ് ഓഫ് ആക്ഷൻ. Then the execution unit has an 16-bit ALU which can add, subtract, and or XOR arithmetic logical operations എല്ലാം പെർഫോം ചെയ്യുന്നു. Then the main functions of EU are decoding of instruction, then execution of instruction. ഇനി അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. EU extract instructions from top of queue in BIU. അതായത് നമ്മൾ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ നമ്മളൊരു ക്യൂ കമ്പോണന്റ് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എന്താണ്? അതായത് 8086 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യൂ ആയിട്ടാണ് വെക്കുന്നത് അല്ലേ? അതായത് ക്യൂ ആയിട്ട് ഇൻസ്ട്രക്ഷനെ വെക്കുന്നു. അപ്പോൾ ആ ക്യൂവിൽ എങ്ങനെയാണ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടോപ്പ് ഓഫ് ക്യൂവിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. Then decode ചെയ്യുന്നു. Generate operands if necessary. Passes operands to BIU and request it to perform read or write bus cycles to memory or IO. അതായത് നമ്മളവിടെ എന്ത് കണ്ടു? ഒരു ഓപ്പറൻ എന്നുള്ളൊരു കമ്പോണന്റ് കണ്ടല്ലോ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ബസ് ഇന്റർഫേസ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യുന്നു. ദെൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അതായത് റീഡ് ഓപ്പറേഷൻ ആണോ അതുപോലെ റൈറ്റ് ഓപ്പറേഷൻ ആണോ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുന്നു? റിക്വസ്റ്റ് ചെയ്യാണ്. അതായത് റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുക. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ട് എന്ന് പറയുന്നത് മെമ്മറിയിലോട്ട് എന്ത് ചെയ്യുന്നു? റൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പെർഫോം ദി ഓപ്പറേഷൻ സ്പെസിഫൈഡ് ബൈ ദി ഇൻസ്ട്രക്ഷൻ ഓൺ ഓപ്പറൻസ്. Then bus interface unit. The bus interface unit sends out addresses, fetches instruction from memory, reads data from ports and memory, and write data to ports and memory. In simple word, bus interface unit handles all transfers of data and
addresses on the buses for the execution unit. (8086) pipelining architecture. While the execution unit is decoding an instruction or executing an instruction which does not require use of the buses, the BIU fetches up to 6 instruction byte for following instruction. The bus interface unit store this prefetched byte in first out register set called Q. When the execution unit is ready for its next instruction from the queue in the BIU, this is much faster than sending out an address to the system memory and waiting for memory to send back the instruction byte or bytes. അതായത് പൈപ്പ്ലൈൻ ആർക്കിടെക്ചർ പൈപ്പ്ലൈനിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് തന്നെയാണ് സെയിം. അതായത് ബസ്സുകൾ, അതായത് ഡാറ്റ എടുക്കുന്ന കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ആരാണ്? ബസ് ഇന്റർഫേസ് യൂണിറ്റിലാന്ന് പറഞ്ഞു. അതായത് എക്സിക്യൂഷൻ യൂണിറ്റ് അതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റിനെ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെ. പ്രീഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്ത് വെച്ചു. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എക്സിക്യൂഷൻ യൂണിറ്റ് റെഡി ആണോ നോക്കണം. അതായത് ഇപ്പോൾ ഒരു കറന്റ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ ഒരുമിച്ച് ക്യൂവിൽ നിന്ന് അറ്റ് എ ടൈം എന്താ ഓരോന്നായിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും, എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ബിസി ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സിക്യൂഷൻ യൂണിറ്റ് റെഡി ആവുമെന്ന് പറയുമ്പോൾ എന്താ, അപ്പോൾ അവിടെ വേറെ പ്രോസസ് ഒന്നും നടക്കുന്നില്ല, അത് ആ അടുത്ത ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയുള്ള ടൈം ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, അതായത് ക്യൂയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ എന്ത് ചെയ്യുന്നു, ഫെച്ച് ചെയ്യുന്നു, ദെൻ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, ക്യൂ സ്ട്രക്ചർ കാരണം കൊണ്ട് തന്നെ ഫുൾ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താ, നമുക്കൊരു മെമ്മറിയിൽ നിന്ന് ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് പാസ് ചെയ്യണം അല്ലേ. അഡ്രസ്സ് പാസ് ചെയ്താലാണ് കറസ്പോണ്ടിങ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇൻസ്ട്രക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ സാധാരണ എങ്ങനെയാ, അഡ്രസ്സ് പാസ് ചെയ്തു, അഡ്രസ്സ് പാസ് ചെയ്തപ്പോൾ അഡ്രസ്സ് വെച്ചിട്ട് മെമ്മറി ലൊക്കേഷൻ നോക്കി, ഏത് മെമ്മറിയിലാണ് ഉള്ളതെന്ന് നോക്കി, then ആ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുത്ത് പിന്നെ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത്, അപ്പോൾ കുറേ ടൈം അങ്ങനെ പോകും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ല, അറ്റ് എ ടൈം എന്താ, നമുക്ക് ഒരു ക്യൂ സ്ട്രക്ചറിൽ 6 ഇൻസ്ട്രക്ഷൻ ഓൾറെഡി പ്രീഫെച്ച് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും, ഫാസ്റ്റ് ആയി. ഓക്കെ, then except in the case of jump and call instruction, where the queue must be dumped and then reloaded starting from a new address, this prefetch and queue scheme greatly speed up processing. അതായത് jump and call instruction എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അതായത് ക്യൂ എന്ന് പറയുന്നത് എന്താവും, ഡംപ്ഡ് ആവും. അതായത് ജമ്പ് ഇൻസ്ട്രക്ഷനും കോൾ ഇൻസ്ട്രക്ഷനും അറിയാലോ, അപ്പോൾ ഫുൾ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു അഡ്രസ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും റീലോഡ് ചെയ്യുന്നത്. ഓക്കെ, ന്യൂ അഡ്രസ്സ് വെച്ചിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും പ്രോസസ്സ്. അപ്പം അതെന്ന് പറയുന്നത് എന്താണ്, ഫുൾ പ്രോസസ്സിങ് എന്തായിരിക്കും, സ്പീഡപ്പ് ആക്കും. ഓക്കെ, then fetching the next instruction while the current instruction execute is called pipelining. അറിയാലോ. ഇനി നമുക്ക് എക്സിക്യൂഷൻ യൂണിറ്റിലെ ഓരോ കമ്പോണൻസ്, നമ്മൾ ALU ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റേഴ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇനി എന്താണ് ആ രജിസ്റ്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ALU ആണ്. യെസ്, നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യുന്നു. ദെൻ രജിസ്റ്റർ ഓർഗനൈസേഷൻ, ഇത് മസ്റ്റായിട്ട് എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്. 8086 രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 8086 has a powerful set of registers known as general purpose registers and special purpose registers. Okay, general purpose registers ഉണ്ട്, അതുപോലെ special purpose registers ഉണ്ട്. Then all of them are 16-bit registers. അപ്പോൾ എന്താണ് general purpose registers? These registers can be used as either 8-bit registers or 16-bit registers. അതായത് 8-bit registers ആയിട്ട് ഉപയോഗിക്കാം, 16-bit registers ആയിട്ടും ഉപയോഗിക്കാം. They may be either used for holding data, variables and intermediate result temporarily, or for other purpose like a counter, or for storing offset address
for some particular addressing mode. അപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞതാണ് എന്തിനാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, അതായത് ടെമ്പററി ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഹോൾഡിംഗ് ഡാറ്റ, വേരിയബിൾസ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്, അല്ലെങ്കിൽ എന്താ കൗണ്ടേഴ്സ്. ഓക്കെ, കൗണ്ടേഴ്സ് അതായത് നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് അല്ലേ, അത് എവിടെയായിരിക്കും, കൗണ്ടറിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അതുപോലെ എന്താണ് സ്റ്റോറിങ് ഓഫ്സെറ്റ് അഡ്രസ്സ്. അപ്പോൾ ഓഫ്സെറ്റ് അഡ്രസ്സ് അറിയാലോ, ലോജിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ടെമ്പററിലി സ്റ്റോർ ചെയ്യാനായിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Then special purpose registers. These registers are used as segment registers, pointers, index registers, or as offset storage registers for particular addressing mode. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The 8086 registers are classified into the following types: general data registers, then segment registers, pointers and index registers, flag register. അതായത് പറഞ്ഞു ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതുപോലെ എന്താ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സിലാണ് എന്ത് പറയുന്നത്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, അതുപോലെ പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ ഫ്ലാഗ് രജിസ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ആർക്കിടെക്ചറിൽ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് ജനറൽ ഡാറ്റ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു, ബസ് ഇന്റർഫേസ് യൂണിറ്റിലാണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. ദെൻ അതിൽ പിന്നെ പറയുന്ന പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൽ IP, ഓക്കെ, IP എന്ന് പറയുന്നത് എവിടെയായിരുന്നു, സെഗ്മെന്റ് രജിസ്റ്റേഴ്സിൽ തന്നെയായിരുന്നു, അതായത് ബസ് ഇന്റർഫേസ് യൂണിറ്റിലാണ് അതുള്ളത്. പിന്നെ ബാക്കി എല്ലാതും ഉള്ളത് എക്സിക്യൂഷൻ യൂണിറ്റിലാണ് ഉണ്ടായിരുന്നത്. General data registers. The registers AX, BX, CX and DX are the general purpose 16-bit registers. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് AX ആണ്. അപ്പോൾ AX എന്ന് പറയുന്നത് 16-bit registers ആണ്. ഇത് യൂസ് ചെയ്യുന്നത് അക്യുമുലേറ്റർ ആയിട്ടാണ്. എന്താണ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ടെമ്പററിലി സ്റ്റോർ ചെയ്യുന്നത് AXലായിരിക്കും. അപ്പോൾ അതിൽ ലോവർ 8-bit എന്ന് പറയുന്നത് ALനും അതുപോലെ തന്നെ ഹയർ 8-bit എന്ന് പറയുന്നത് AHനും. അതായത് AL ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ 8-bit അക്യുമുലേറ്റർ ഫോർ 8-bit ഓപ്പറേഷൻ. ഒരു 8-bit ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട്, അതായത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസൾട്ട് ടെമ്പററിലി എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ഓക്കെ, ദെൻ BX എന്ന് പറയുന്നത് ബേസ് രജിസ്റ്റർ ആണ്. അതെന്ന് പറയുന്നതും 16-bit രജിസ്റ്റർ ആണ്. അപ്പോൾ അതിൽ ലോവർ 8-bit എന്ന് പറയുന്നത് BLനും അതുപോലെ തന്നെ ഹയർ 8-bit എന്ന് പറയുന്നത് BHനും ആണ്. അതായത് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് BLും അതുപോലെ തന്നെ BHും ആയിട്ട്. അവിടെയാണെങ്കിൽ എന്താണ് AXൽ ALും അതുപോലെ തന്നെ AHും ആയിട്ട്. അപ്പോൾ ഓരോന്നും 8-bit വെച്ചിട്ട്. അപ്പോൾ ഇൻ കേസ് ഓഫ് ബേസ് രജിസ്റ്റർ, എന്തിനാണ് ബേസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്, അതായത് ഓഫ്സെറ്റ് വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ബേസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. The register BX is used as offset storage for forming physical address in case of certain addressing modes. ഫിസിക്കൽ അഡ്രസ്സ് കിട്ടിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ CX എന്ന് പറയുന്നത് കൗണ്ടർ ആണ് ഇൻ കേസ് ഓഫ് സ്ട്രിങ് ആൻഡ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. ദെൻ DX എന്ന് പറയുന്നത് ഡാറ്റ രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, DX ഈസ് എൻ ഡാറ്റ രജിസ്റ്റർ. അപ്പോൾ DX register is a general purpose register which may be used as an implicit operand or destination in case of few instruction. An example പറയാണ് multiplication. എക്സാമ്പിൾ ആണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെയാണ് DX register യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള എന്തായാലും പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് തന്നെയായിരിക്കും. ഫസ്റ്റ് നമുക്ക് എന്തായാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോവാണ്, അതിനുശേഷം നമുക്ക് പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പം അത് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പോയിന്റേഴ്സ് ആൻഡ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ,
The index and pointer registers are given below. First one IP. അപ്പോൾ IP എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആണ്. അപ്പോൾ ഇതൊരു പോയിന്റർ രജിസ്റ്റർ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ IP-ൽ സ്റ്റോർ ചെയ്തിരിക്കും. ദെൻ BP എന്ന് പറയുന്നത് ബേസ് പോയിന്റർ ആണ്. SP എന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിന്റർ ആണ്. അതായത് ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിലേക്ക് പോയിന്റ് ചെയ്യും. SI എന്ന് പറയുന്നത് സോഴ്സ് ഇൻഡെക്സ് ആൻഡ് ദെൻ DI ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ്. അപ്പോൾ പോയിന്റർ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് IP, BP ആൻഡ് SP. ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് SI ആൻഡ് DI. The pointers registers contain offset within the particular segment. അതായത് ഇവിടെ എന്താ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ 8086-ൽ മെമ്മറീനെ 4 സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കോഡ് സെഗ്മെന്റ്, ഡാറ്റ സെഗ്മെന്റ്, സ്റ്റാക്ക് സെഗ്മെന്റ്, ദെൻ എക്സ്ട്രാ സെഗ്മെന്റ്. ഓക്കെ, ഇതാണ് 4 സെഗ്മെന്റുകൾ. അപ്പോൾ the pointer register IP contains offset within the code segment. Okay, then pointer register BP contains offset within the data segment. The pointer register SP contains offset within the stack segment. അതായത് നമ്മൾ പറഞ്ഞു ഫിസിക്കൽ അഡ്രസ്, അതായത് ശരിക്കുള്ള മെമ്മറി അഡ്രസ് നമുക്ക് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് പ്ലസ് സെഗ്മെന്റ് ബേസ് കൂടെ ചേർന്നതാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. അതായത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് സെഗ്മെന്റ് ബേസിൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ അഡ്രസ് കിട്ടുന്നത്. ബേസ് അഡ്രസ്സും അതുപോലെ തന്നെ ഓഫ്സെറ്റ് അഡ്രസ്സും ചേർന്നതാണ് ഫിസിക്കൽ അഡ്രസ്. ഓക്കെ, ദെൻ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. എന്തിനാണ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്താണ്? അതായത് ഓഫ്സെറ്റ് സ്റ്റോറേജ് തന്നെയാണ് ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ദി ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ആസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആസ് വെൽ ആസ് ഫോർ ഓഫ്സെറ്റ് സ്റ്റോറേജ് ഇൻ കേസ് ഓഫ് ഇൻഡെക്സ്ഡ് ബേസ് ഇൻഡെക്സ് ആൻഡ് റിലേറ്റീവ് ബേസ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ദെൻ ദി രജിസ്റ്റർ SI അതായത് സോഴ്സ് ഇൻഡെക്സ്. അപ്പോൾ പറഞ്ഞു ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യാനാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സോഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് സോഴ്സ് ഡാറ്റ. ഓക്കെ, സോഴ്സ് ഡാറ്റയുടെ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? സോഴ്സ് ഇൻഡെക്സിലായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി ഓഫ്സെറ്റ് ഓഫ് സോഴ്സ് ഡാറ്റ ഇൻ ഡാറ്റ സെഗ്മെന്റ്. നെക്സ്റ്റ് എന്താ? രജിസ്റ്റർ DI എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് ആണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഡാറ്റയുടെ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ദി ഓഫ്സെറ്റ് ഓഫ് ഡെസ്റ്റിനേഷൻ ഇൻ ഡാറ്റ ഓർ എക്സ്ട്രാ സെഗ്മെന്റ്. അതായത് സോഴ്സ് ഇൻഡെക്സിൽ എങ്ങനെയായിരുന്നു? ഡാറ്റ ഇൻ ഡാറ്റ സെഗ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എവിടെയായിരിക്കാം? ഒന്നെങ്കിൽ ഡാറ്റ സെഗ്മെന്റിലായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ സെഗ്മെന്റിലായിരിക്കാം. ഓക്കെ, the index registers are particularly useful for string manipulation വേണ്ടിയിട്ടാണ് particularly യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് ആണ്. The 8086 flag register contents indicate the result of computation in the ALU. അതായത് ALUവിൽ എന്താന്ന് പറഞ്ഞല്ലോ, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. അപ്പോൾ അതിലുണ്ടാവുന്ന അതിൻ്റെ റിസൾട്ട്, ഓക്കെ, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. It also contains some flag bits to control the CPU operation. A 16-bit flag register is used in 8086. It is divided into 2 parts. First one എന്ന് പറയുന്നത് condition code or status flags. Then next machine control flag. അപ്പോൾ 8086-ലെ flag registers എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് കമ്പ്യൂട്ടേഷൻ ഇൻ ദി ALUവിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ CPU ഓപ്പറേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും,
ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 16 ബിറ്റ് ആണ്. അതിനെ എന്താണ് രണ്ട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ കണ്ടീഷൻ കോഡ് ഓർ സ്റ്റാറ്റസ് ഫ്ലാഗും പിന്നെ അടുത്ത എന്താ മെഷീൻ കൺട്രോൾ ഫ്ലാഗ്സും. എളുപ്പമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫ്ലാഗ്സ് ആണ്. ഓക്കെ, it represents the result of the last arithmetic or logical instruction executed. Following is the list of conditional flag. Okay, അപ്പോൾ അതെന്ന് പറയുന്നത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന്റെ റിസൾട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ക്യാരി ഫ്ലാഗ് ആണ്. ഓക്കെ, അപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്നത് CF. This flag indicates an overflow condition for arithmetic operation. Okay. Next നോക്കേണ്ടത് auxiliary flag ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് AF. Okay. When an operation is performed at ALU, it results in an carry or borrow from lower nibble to upper nibble. അതായത് D0 to D3 to upper nibble, D4 to D7. Then this flag is set. That is carry given by D3 bit to D4 is AF flag. Okay, അതായത് carry or borrow from lower nibble to upper nibble. അങ്ങനെയുള്ള കേസിലാവുമ്പോൾ എന്താവും? ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യും. അപ്പോൾ the processor uses this flag to perform binary to BCD conversion. Okay. Then parity flag. This flag is used to indicate parity of the result. That is when the lower order 8 bits of the result contain even number of ones, then parity flag എന്ന് പറയുന്നത് സെറ്റ് ചെയ്യും. odd number of 1 ആണെങ്കിൽ parity flag എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റീസെറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്താ? സീറോ flag. This flag is set to 1 when the result of arithmetic or logical operation is 0. 0 ആണ് അതിന്റെ റിസൾട്ട് എങ്കിൽ 1 സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0 എന്ന് സെറ്റ് ചെയ്യും. Then sign flag. This flag holds the sign of the result, that is when the result of the operation is negative, then this sign flag is set to 1, else set to 0. നെഗറ്റീവ് ആണെങ്കിൽ, അതായത് സൈന് അല്ലേ, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? 1 സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ 0 സെറ്റ് ചെയ്യും. Then overflow flag, OF. This flag represents the result when the system capacity is exceeded. അതായത് ഒരു മാക്സിമം കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിന് കൂടുതലാവുമ്പോൾ ഈ ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കൺട്രോൾ ഫ്ലാഗ്സ് ആണ്. അപ്പോൾ കൺട്രോൾ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് എക്സിക്യൂഷൻ യൂണിറ്റ് ഓപ്പറേഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു. ഫസ്റ്റ് പറയുന്നത് ട്രാപ്പ് ഫ്ലാഗ് ആണ്, TF. അപ്പോൾ എന്ന് പറയുന്നത് it is used for single step control. അതായത് at a time one ഇൻസ്ട്രക്ഷനെ ഡീബഗ് ചെയ്യുക. ഓക്കെ, അതായത് പ്രോഗ്രാം എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് മോഡിലായിരിക്കും റൺ ചെയ്യുക. നെക്സ്റ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് ആണ്. 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇൻട്രപ്റ്റ് എനേബിൾ ആയി. 0 ആണെങ്കിൽ ഇൻട്രപ്റ്റ് ഡിസേബിൾ കണ്ടീഷനായി. അപ്പോൾ എനേബിൾ ആകുമ്പോൾ എന്താ? എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു. ദെൻ 0 ആവെന്ന് പറയുമ്പോൾ ഇൻട്രപ്റ്റ് ഡിസേബിൾ ആയി. അപ്പോൾ ആ കറന്റ് സ്റ്റോപ്പ് ചെയ്ത പ്രോഗ്രാം എക്സിക്യൂഷൻ ഉണ്ടല്ലോ, അതിനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് എന്താ? ഡിറക്ഷൻ ഫ്ലാഗ്, DF. എന്ന് പറയുന്ന സ്ട്രിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആസ് ദി നെയിം സജസ്റ്റ്, when it is set, then string bytes are accessed from higher memory address to lower memory address. അതുപോലെ തിരിച്ചു. നെക്സ്റ്റ് നോക്കേണ്ടത് ഫ്ലാഗ് രജിസ്റ്റർ കോൺഫിഗറേഷൻ ആണ്. ഇതാണ് ഫ്ലാഗ് രജിസ്റ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞ ഫ്ലാഗ് എന്ന് പറയുന്നത് 16 ബിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഓരോന്നും ഓരോ ഫ്ലാഗിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ U എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആണ്. ഓക്കെ,
അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then ബസ് ഇന്റർഫേസ് യൂണിറ്റ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എക്സിക്യൂഷൻ യൂണിറ്റിലാണ്. ഇനി ബസ് ഇന്റർഫേസ് യൂണിറ്റ്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് takes care of all data and addresses transfers on the buses for the EU, like sending addresses, fetches instruction from the memory, reading data from the ports and memory, as well as writing data to ports and the memory. അതായത് എന്താ? അതായത് എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് വേണ്ട അല്ലെ, എക്സിക്യൂഷൻ യൂണിറ്റ് ചെയ്യുന്ന ടാസ്ക് എന്താണ്? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഡാറ്റാനെ ഫെച്ച് ചെയ്യണത് അല്ലെ, അതുപോലെ തന്നെ അതായത് റീഡ് ചെയ്യുക. പോർട്സ് IO പോർട്സ് എന്നായിരിക്കാം, മെമ്മറി എന്നായിരിക്കാം, ഡാറ്റനെ റീഡ് ചെയ്യുക, അതുപോലെ തന്നെ റിസൾട്ട് തിരിച്ച് മെമ്മറിയിലേക്ക് അല്ലെങ്കിൽ IO പോർട്സിലേക്ക് വെക്കുക, റൈറ്റ് ചെയ്യുക. അതൊക്കെ ചെയ്യണത് ആരാണ്? ബസ് ഇന്റർഫേസ് യൂണിറ്റ് ആണ്. ഓക്കെ. Then execution unit has no direction connection with system buses, so this is possible with the BIU. Execution unit and bus interface unit are connected with the internal bus വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. It has the following functional parts. First എന്താ? ഇൻസ്ട്രക്ഷൻ ക്യൂ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുള്ള കാര്യമാണ്. Bus interface unit contain the instruction queue. Bus interface unit gets up to 6 bytes of next instructions and store them in the instruction queue. When execution unit execute instructions and is ready for its next instruction, then it simply read the instruction from this instruction queue, resulting in increased execution speed. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുള്ള കാര്യം തന്നെയാണ്. Okay. Then fetching the next instruction while the current instruction execute is called pipelining. Next എന്താ? Segment registers. നമ്മൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അറിയാം റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട, അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ അധികം പറയണ്ട, പോയിന്റ്സ് മാത്രം ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം, നമുക്കത് മാറ്റാലോ. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ എന്താണ്? സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. ഓക്കെ. ദർ ആർ 4 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. നമ്മൾ പറഞ്ഞതാണ്. കോഡ് സെഗ്മെന്റ് ഉണ്ട്, ഡാറ്റ സെഗ്മെന്റ് ഉണ്ട്, എക്സ്ട്രാ സെഗ്മെന്റ് and stack segment. The 8086 architecture uses the concept of segmented memory. 8086 able to address a memory capacity of 1 megabyte and it is byte organized. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ മെമ്മറി സെഗ്മെന്റ് ചെയ്തിരിക്കുക എന്നുള്ളത്. This 1 megabyte memory is divided into 16 logical segments. Each segment contains 64 kbytes of memory. Code segment register CS. It is used for addressing memory location in the code segment of the memory where the executable program is stored. Okay, അപ്പോൾ executable program എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? മെമ്മറിയിലെ കോഡ് സെഗ്മെന്റിലാണ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ മെമ്മറി ലൊക്കേഷനെ അഡ്രസ് ചെയ്യാനാണ് കോഡ് സെഗ്മെന്റ് രജിസ്റ്റർ യൂസ് ചെയ്യണത്. ഓക്കെ. നെക്സ്റ്റ് എന്താ? ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. ഇറ്റ് പോയിന്റ്സ് ടു ദി ഡാറ്റ സെഗ്മെന്റ് ഓഫ് ദി മെമ്മറി വേർ ദി ഡാറ്റ ഈസ് സ്റ്റോർഡ്. അതായത് ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യണത്? ഡാറ്റ സെഗ്മെന്റിലാണ് അല്ലേ. അതായത് മെമ്മറിനെ നമ്മൾ 4 സെഗ്മെന്റ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ ഡാറ്റ സെഗ്മെന്റിലാണ് എവിടെ ഉണ്ടാവുക? ഡാറ്റ ഉണ്ടാവുക. കോഡ് സെഗ്മെന്റിലാണ് എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ ഡാറ്റ സെഗ്മെന്റിലുള്ള ഡാറ്റനെ പോയിന്റ് ചെയ്യലാണ് ആര് ചെയ്യണത്? ഡാറ്റ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് ചെയ്യണത്. ഓക്കെ. Then extra segment register.
which also refers to a segment in memory which is another data segment in the memory. അതാണ് extra segment എന്ന് പറയുന്നത്. Then stack segment register is used for addressing stack segment of the memory. The stack segment is that segment of memory which is used to store the stack data. അതായത് മെമ്മറിയിലെ സ്റ്റാക്ക് സെഗ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. അപ്പൊ അവിടെയാണ് എന്തുള്ളത്, സ്റ്റാക്ക് ഡാറ്റ ഉള്ളത്. While addressing any location in the memory bank, the physical address is calculated from two parts. Physical address equal to segment address plus offset address. അപ്പോൾ നേരത്തെ നമ്മൾ പോയിന്റേഴ്സിന്റെ കേസിൽ പറഞ്ഞു അല്ലേ, അപ്പോൾ ഓരോന്നിലും എന്തുണ്ട്, ഓഫ്സെറ്റ് അഡ്രസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തിനാന്ന് പറഞ്ഞിരുന്നു, ഫിസിക്കൽ അഡ്രസ് നമുക്ക് വേണം. അപ്പോൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, സെഗ്മെന്റ് അഡ്രസ് പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്. ഓക്കെ, അപ്പോൾ അതാണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സും അതിനെ ഓരോ കറസ്പോണ്ടിങ് സെഗ്മെന്റിലേക്കാണ് അഡ്രസ് ചെയ്യണത്. അപ്പോൾ കോഡ് സെഗ്മെന്റിൽ എന്താണ്, എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഉണ്ട്. ഡാറ്റ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഡാറ്റ ഉണ്ട്. എക്സ്ട്രാ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അനദർ ഡാറ്റ സെഗ്മെന്റ് ആണ്. പിന്നെ സ്റ്റാക്ക് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാക്ക് ഡാറ്റ ഉണ്ട്. അപ്പോൾ ഓരോന്നിലേക്കും എന്ത് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. ഓക്കെ, ദി ഫസ്റ്റ് ഈസ് segment address. The segment registers contain 16-bit segment-based addresses related to the different segment. The second part is the offset value in that segment. അപ്പോൾ physical addressലെ ഫസ്റ്റ് എന്തായിരുന്നു, സെഗ്മെന്റ് അഡ്രസ് ആണ്. അപ്പോൾ segment registers contain 16-bit segment base address ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത എന്താ, ഓഫ്സെറ്റ് വാല്യൂ. അപ്പോൾ ഇത് രണ്ടും കൂടിയതാണ് ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ കറക്റ്റ് ആയുള്ള മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ ഇൻസ്ട്രക്ഷൻ പോയിന്റർ. ഇൻസ്ട്രക്ഷൻ പോയിന്റർ അവിടെ പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ ഈ സെഗ്മെന്റുകൾ ഉണ്ടല്ലോ, അപ്പം അതിൽ വരുന്നതാണ് ഇൻസ്ട്രക്ഷൻ പോയിന്റർ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ ഫുള്ളായിട്ട് പോയിന്റ് രജിസ്റ്റർ പറഞ്ഞപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ആർക്കിടെക്ചർ എടുത്ത് നോക്കുമ്പോൾ കാണാം സെഗ്മെന്റ് ഉണ്ടല്ലോ, ബസ് ഇന്റർഫേസ് യൂണിറ്റിലെ സെഗ്മെന്റ് രജിസ്റ്റേഴ്സിന്റെ പോർഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിലാണ് ശരിക്കും ഇൻസ്ട്രക്ഷൻ പോയിന്റർ വരുന്നത്. It is a 16-bit register used to hold the address of next instruction to be executed. നേരത്തെ പറഞ്ഞുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വീണ്ടും ഈ ആർക്കിടെക്ചർ ഒന്ന് നോക്കിയാലോ. ഇപ്പൊ നമ്മൾ അതിന്റെ വർക്കിങ്ങും അതിലുള്ള കമ്പോണൻസ് ഒക്കെ നമ്മൾ നോക്കി കഴിഞ്ഞല്ലോ, നമുക്കിത് നോക്കിയാലോ. ഫസ്റ്റ് എന്താ, നമുക്കൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക, മെമ്മറിയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ മെമ്മറിയിൽ നിന്ന് മെമ്മറി ഇന്റർഫേസ് വഴി ഇങ്ങോട്ട് എത്തി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദെൻ എന്താണ്, സി ബസ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ബസ് ആണ്, അതുപോലെ അത് ഡാറ്റ ബസ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എടുത്തു, ഇൻസ്ട്രക്ഷൻ എങ്ങോട്ട് വന്നു, ഇൻസ്ട്രക്ഷൻ ക്യൂയിലേക്ക് വന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷൻ ക്യൂയിലേക്ക് വന്നു. ദെൻ ഇനി അവിടെ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷൻ, അതായത് 6 ഇൻസ്ട്രക്ഷൻ ബൈറ്റ് സ്റ്റോർ ചെയ്തല്ലോ ഇൻസ്ട്രക്ഷൻ ക്യൂയിലേക്ക് അല്ലേ. ഇനി എന്താ, കൺട്രോൾ സിസ്റ്റം ഉണ്ട്. കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. അതായത് അറ്റ് എ ടൈം ഓരോന്ന് അല്ലേ, ഓരോ ബൈറ്റ് അല്ലേ, അപ്പം അതിനെ ഡീകോഡ് ചെയ്തു. ഡീകോഡ് ചെയ്തിട്ട് ALUയിലേക്ക് കൊടുക്കും. എ ബസ് എന്ന് പറയുന്നത് ALU ഡാറ്റ ബസ് ആണ്, അപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ALU ഓപ്പറേഷൻ നടന്നു. അപ്പോൾ അതിന് വേണ്ട രജിസ്റ്റേഴ്സ് ഒക്കെ എവിടെയാണ്, ഇവിടെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഓപ്പറേഷൻസ് പെർഫോം ചെയ്തു. റിസൾട്ട് എന്ന് പറയുന്നത് എവിടെ വെച്ചു, ഇങ്ങോട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും, എ ബസ് വഴി. ദെൻ അതായത് ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇങ്ങോട്ട് വന്നു അല്ലേ. തിരിച്ച് നമുക്ക് എവിടേക്ക് വേണം, മെമ്മറി ഇന്റർഫേസ് അല്ലേ, ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകണം. ഓക്കെ, ഇതാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.
അപ്പോൾ അത്രേ ഉള്ളൂ 8086 ആർക്കിടെക്ചർ, അതിൻ്റെ രജിസ്റ്റേഴ്സ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നോക്കേണ്ടത് മെമ്മറി ഓർഗനൈസേഷനാണ്. പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ടെന്നറിയാം. ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ബോറടിക്കും എന്നും അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, കുഴപ്പമൊന്നുമില്ല. ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താണ് മാറ്റേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.